എതിരെ വരുന്ന വാർത്ത നമുക്ക് അറിയാത്തൊരു കാര്യത്തെ പറ്റിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇതിൽ ഒരു പങ്കുമില്ല. കാരണം നമ്മൾ നമ്മുടെ ആയിട്ടുള്ളൊരു കോമിക്സും കോമളത്വവും ഒക്കെ ചെയ്തൊക്കെ പോണെയാണ്. അപ്പം അത് ആൾക്കാർ ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങളിൽ ഏർപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആൾക്കാർ പകുതിയും വിശ്വസിക്കില്ല, പകുതി പേര് വിശ്വസിക്കുന്നവരുണ്ട്. അപ്പോൾ എനിക്കൊരു സിസ്റ്റർ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഇപ്പോൾ 23 വയസ്സുകാരൻ ചെയ്യേണ്ട ഒരു പ്രവൃത്തി ചെയ്തിട്ടില്ലെന്ന് എനിക്ക് ബോധമുണ്ട്. അതുകൊണ്ട് ബാക്കി ആ ടൈം ചേട്ടാ, നമ്മളെ കേൾക്കുന്ന ഒരാളാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇത് കണ്ടിട്ടുമില്ല, ആളാരാണെന്ന് പോലും അറിയില്ലാത്തൊരു വ്യക്തിയാണ് നമുക്കെതിരെ കേസായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കാണുന്ന സഹോദരിയോടൊരു കാര്യം പറയട്ടെ, ജീവിതത്തിൽ എന്തെങ്കിലും നമ്മൾ തമ്മിൽ കണ്ടിട്ട് പോലുമില്ല. മനസാക്ഷിയോടൊന്ന് ചോദിച്ചാൽ മതി. കാരണം നിങ്ങൾ ഒരു സ്ത്രീയായിട്ട് തന്നെയാണല്ലോ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഒരു സ്ത്രീ ആണെങ്കിലും ഒരിക്കലും ഇങ്ങനത്തെ ഒരു ഇത് കാണിക്കില്ല. കാരണം ഒരമ്മയാണ് സ്ത്രീ എന്ന് വെച്ചാൽ, ഒരമ്മ സഹോദരിയാണ്, എല്ലാമാണ് സ്ത്രീ. അവർ ഒരിക്കലും ഒരു കള്ളം പറയത്തില്ല. കാരണം അല്ലേ, കള്ളം പറയത്തില്ല. പക്ഷേ നിങ്ങൾ ഇപ്പോൾ കാണിച്ചിരിക്കുന്നൊരു കള്ളത്തരമാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ജസ്റ്റ് എൻ്റെ ഫേസ്ബുക്കിൽ വന്നൊരു കമൻസിൽ ഞാൻ റിപ്ലൈ തന്നതും മെസ്സഞ്ചറിൽ നിങ്ങൾ കൊണ്ടിട്ട് പോസ്റ്റ് ഇപ്പോഴും എൻ്റെ ഫേസ്ബുക്കിൽ കിടക്കുന്നുണ്ട്, കളഞ്ഞിട്ടില്ല. എന്താ പറയുക, ഇന്ന വ്യക്തിനെ കുറിച്ചുള്ള ഇപ്പോഴും ഉണ്ട്, ഞാൻ കളഞ്ഞിട്ടില്ല. പക്ഷെ എനിക്കൊന്നേ ചോദിക്കാനുള്ളൂ, എന്തിനാണ് വെറുതെ അറിയില്ലാത്തൊരു വ്യക്തിയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞത്? നിങ്ങളോട് തെറ്റ് ചെയ്ത ആരാണെങ്കിലും, ഇപ്പോൾ നിങ്ങൾ 5 പേരെ പേര് പറയും, ആ വ്യക്തിയെ നിങ്ങൾ ശിക്ഷിക്കുക, നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക. അതിൻ്റെ ഫുൾ സപ്പോർട്ടായിട്ട് എല്ലാവരും കൂടെ ഉണ്ടാവും. നിങ്ങളോട് എന്തെങ്കിലും ഉപദ്രവമോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾ കൊണ്ടുവരിക. അല്ലാണ്ട് ഇതിലില്ലാത്ത പാവങ്ങളെ വലിച്ചഴിക്കുമ്പോൾ ദൈവം തമ്പുരാൻ കാണും. അപ്പോൾ തിരിച്ചടിയായിരിക്കും അത്. ഈശ്വരൻ കാണുന്നുണ്ടെല്ലാം. ഒരു ട്രാൻസ്ജെൻഡർ യുവതിയെ കെട്ടിയിട്ട് പീഡിപ്പിച്ച കേസിലെ 2 പ്രതികളാണ് നിങ്ങൾ. എന്താണ് പറയാനുള്ളത്? അത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ശരിക്കും വിഷമമുണ്ട്. ശരിക്കും വിഷമമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ ആ വ്യക്തിയെ കാണല്ലേ എന്നാണ് പ്രാർത്ഥന. സംസാരിക്കാനോ ഇടയില്ലാത്തൊരു വ്യക്തിയാണ് ഞങ്ങൾക്കെതിരെ ഇങ്ങനെ വന്നിരിക്കുന്നത്. അത് ആദ്യമേ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അഭിലാഷ് ആട്ട എന്ന് പറയുന്ന എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ താഴെ ഒരു ദിവസം ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിൻ്റെ താഴെ വിനീത് എന്ന് പറഞ്ഞൊരു വ്യക്തി, ഒരു ഡയറക്ടറാണ് ഈ ഷോർട്ട് ഫിലിം ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ പടം ഇട്ടിട്ട് അതിൻ്റെ താഴെ കുറേ വേർഡ്സ്, ഇദ്ദേഹം എന്നെ പീഡിപ്പിച്ചു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പോൾ ഞാൻ ഒരു പോസ്റ്റ് കഴിഞ്ഞ് വേറെ പോസ്റ്റ് ഇട്ടപ്പോഴാണ് ഇത് കാണുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇനി വേറെ ആരെങ്കിലും നമ്മുടെ ഈ ഫോട്ടോ കണ്ടെന്തെങ്കിലും ചില കമൻസ് ഇടുമല്ലോ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന്, അങ്ങനെ വല്ലതും വന്നിട്ട് തെറി വിളിക്കണമെന്ന് പറയാൻ വേണ്ടി ഞാൻ നോക്കിയപ്പോൾ അല്ല, ഇങ്ങനെ പടം ഇട്ടേക്കുക. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചത്, എന്താണ് എൻ്റെ പേജിന് താഴെ നിങ്ങൾ ഇങ്ങനെ കൊണ്ടുവരണമെന്ന് ചോദിച്ചു. അപ്പോൾ പറയും ഇദ്ദേഹം എന്നെ പീഡിപ്പിച്ചതെന്ന് പറഞ്ഞു. ഓക്കെ, പീഡിപ്പിച്ചാണ് നിങ്ങൾ നിയമപരമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറഞ്ഞു. ഇപ്പോഴും എൻ്റെ പേജിൽ നോക്കിയാൽ അതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പം ഇതെനിക്ക് അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ ഒന്നും മിണ്ടിയില്ല, റിപ്ലൈ ഒന്നും തന്നില്ല. അപ്പോൾ ഓക്കെ. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും കോളനി എന്ന സിനിമ ഇറങ്ങി, യൂട്യൂബിൽ ഇറങ്ങിയപ്പോൾ അതിൻ്റെ കുറച്ച് പോസ്റ്റേഴ്സ് ഞാനിങ്ങനെ അടുപ്പിച്ചിട്ടു. അതിൻ്റെ താഴെ വന്നിട്ട് അത് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ എൻ്റെ പേജിൻ്റെ താഴെ വന്നിട്ട് ഇങ്ങനെ ഒരേ കമൻസ് വരുവാണ്. അതിൽ മുടി വെട്ടുള്ള അങ്ങനെയൊക്കെയുള്ള രീതിയിൽ പോയി അങ്ങനെയൊക്കെ ഉള്ളൊരു പൊളിക്കട എന്നുള്ള രീതിയിലൊക്കെ ഉള്ളൊരു ഇതൊക്കെയാണ് ഒരു കമൻസ്. അപ്പം ഞാൻ ചോദിച്ചു, എൻ്റെ വ്യക്തിപരമായ കാര്യമല്ലേ, ഇപ്പം ഞാൻ എന്ത് ചെയ്യണോ, മുടി വെട്ടോ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിന് നിങ്ങൾക്ക് എന്താണ് സുഹൃത്തെ അല്ലെങ്കിൽ ഒരു സഹോദരി എന്താണ് ബുദ്ധിമുട്ടെന്ന് വെച്ച് ഞാൻ കമൻ്റ് ഇട്ടു. പിന്നെ ഈ പെരേരയുടെ പേജിൽ കയറിയിട്ട് എന്ത് ഞങ്ങളിട്ടാലും അശ്ലീലമായ കുറേ സംഭവങ്ങൾ കൊണ്ടിടും. നമുക്ക് എന്താ പറയുക, മോശമായ ഇവിടെ പറയണതിൽ തെറ്റുണ്ടോയെന്നറിയില്ല. കാരണം ഓരോ വൃത്തികെട്ട പോസ്റ്റുകളുണ്ടല്ലോ, ഈ കൊള്ളില്ലാത്ത ചിലവരിടുന്ന പോസ്റ്റുകളുണ്ടല്ലോ. അതായത് ബാത്റൂമിലിരിക്കണ ഞങ്ങൾ ഇരിക്കുന്ന ഒരു പോസ്റ്റ് എഡിറ്റ് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പണ്ട് നേരത്തെ. എന്നല്ല, ഓരോരുത്തരുടെ വ്യക്തികൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പോസ്റ്റ് പോലത്തെ ഒരു സംഭവം ഞാനിപ്പോൾ പറയുന്നില്ല. അതുകൊണ്ട് നമ്മൾ കണ്ടാൽ തന്നെ ഛർദ്ദിക്കാൻ വന്ന രീതിയിൽ അറപ്പ് വരുന്ന ഈ എന്താ പറയുക, മലം, ഇതിൻ്റെയൊക്കെ ഒരു പടം കൊണ്ടിട്ട് ഇവരിങ്ങനെ എടുത്തിടുക. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇവരൊരു ഉമണല്ല എന്നുള്ളത്. ഒരു സ്ത്രീ ആണെങ്കിൽ തീർച്ചയായിട്ടും അതുള്ള പോസ്റ്റ് ഇടത്തില്ല, മനസ്സിലായില്ലേ? ഒരു ലേഡി ആണെങ്കിൽ, ഇവര് വുമൺ എന്നാണല്ലോ പറയണത്, കാരണം ട്രാൻസ് വുമൺ. അപ്പോൾ അത് ആണെങ്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ട് പോസ്റ്റ് ഇടില്ല. ഇവരെ വിനീത് എന്ന് പറഞ്ഞ വ്യക്തിയെ കുറിച്ച് പറയുന്നുണ്ട്. ആ വിനീത് ഇവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ 1500 ചാനലിലേക്ക് ഇവർ വിളിച്ചു ചോദിച്ചു, ഒരു ഇൻ്റർവ്യൂ തരുമെന്ന് ചോദിച്ചു. അതിൽ പല ചാനലുകാരും എന്നെ വിളിച്ചു. അതായത് അഭിലാഷ് ഇങ്ങനെ ഒരു കേസ് വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് പല ചാനലിൻ്റെ പേരൊന്നും പറയുന്നില്ല, വിളിച്ച് പറഞ്ഞത് എന്താ സംഭവം, എന്താണ്, ഒരു ഇൻ്റർവ്യൂ ആണെന്ന് പറഞ്ഞാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. വിനീത് എന്ന് പറഞ്ഞ വ്യക്തി അറിയുമെന്നൊക്കെ ചോദിച്ചെങ്കിൽ പറഞ്ഞു. അപ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട്, ഇവർ സ്റ്റേഷനിൽ പോയി ആണല്ലോ കംപ്ലയിൻറ്റ് കൊടുക്കുന്നത്, അതിന് ഇവർ ചാനലാണ് നോക്കുന്നത്. അതായത് ഫസ്റ്റ് ടൈം തന്നെ 1 വർഷം മുമ്പെങ്ങാണ്ട് നടന്ന സംഭവം, 1.5 വർഷം മുമ്പ് നടന്ന സംഭവമാണെന്നും പറയണത്. ഇത് കൂടാണ്ട് ആറാട്ടണ്ണൻ്റെ ലോകം എന്നൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്.
അതിൽ കുറച്ച് ആൾക്കാരുണ്ട്, ലേഡീസ് വരെ അതിനകത്തുണ്ട്, ലേഡീസ് വരെ ഉണ്ട് ആ ഗ്രൂപ്പിൽ. എന്നെ ആഡ് ചെയ്യും, ഞാൻ ലെഫ്റ്റ് ആവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില സമയത്ത് എന്നെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ നല്ല ടെൻഷൻ ഇരിക്കുന്ന സമയത്തായിരിക്കും ഇവന്മാർ എന്നെ ടാഗ് ചെയ്തിട്ട് ഒരു തെറി പറയും. അപ്പോൾ തിരിച്ച് ചിലപ്പോൾ ഞാനും പ്രതികരിച്ചു പോകും. അപ്പോൾ എന്തിനാണ് വെറുതെ അറിയില്ല കേൾക്കില്ലാത്തവരോട് നമ്മൾ പറയുന്നത്, എടാ ഇത് പറയട്ടെ, നമ്മളിപ്പോൾ പറയാൻ വന്ന വിഷയം ആദ്യം പറയട്ടെ. അപ്പോൾ അതായത് തെറി പറയില്ല, വെറുതെ ടാഗ് ചെയ്ത് വരുമ്പോൾ അതുകൊണ്ട് ഞാൻ ലെഫ്റ്റായി വരും, ഇവന്മാർ വീണ്ടും ആഡ് ചെയ്യും. അങ്ങനെ കുറച്ച് അഡ്മിൻസിനെ ഞാൻ ബ്ലോക്ക് ചെയ്തു. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക, വെറുതെ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് വേണ്ട. അപ്പോൾ അതിനകത്ത് ലേഡീസൊക്കെ ഉള്ളതാണ്, എങ്കിലും ഉമ്മാർ ആ ഗ്രൂപ്പിൽ കിടന്ന് തെറിവിളിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. പെൺപിള്ളേർക്ക് കേൾക്കാൻ പറ്റാത്ത വാക്കുകളൊക്കെ അതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പല ലേഡീസും വന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം കേൾക്കുന്നുണ്ട്, ഈ പെൺകുട്ടികൾ കേൾക്കുന്നുണ്ട്, ഇവർ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന വാക്കുകളൊക്കെ കേൾക്കുന്നത്. ചിലവർ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വന്ന് സംസാരിക്കണൊക്കെ, ചിലവർ നല്ല കേട്ടോ. ചില പ്രവാസികളായ ആളുകളുണ്ട്, അവരൊക്കെ ഡീസൻ്റ് ആണ്, അവർ തമാശയ്ക്ക് വേണ്ടി ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനകത്ത് കയറില്ല. വേറെ എന്തിനാണ് വെറുതെ പടയും ബഹളം ഉണ്ടാക്കണമെന്ന് എഴുതി ഞാൻ കയറില്ല. അപ്പോൾ ഇവരെല്ലാം കൂടിയാണ് എൻ്റെ പെരേരെ പേജിൽ ഇട്ടേക്കണ ഈ വ്യക്തിയുടെ PM അതായത് മെസ്സഞ്ചറിൽ എന്തോ പോയി നമ്പർ വാങ്ങി ഇവരെ കേസ് കൊടുക്കണം, ലൈവിൽ വേണമെന്നൊക്കെ പറഞ്ഞ് അത് അവർ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അതായത് എനിക്ക് ആറാട്ടൻ ലോകം എന്ന് പറഞ്ഞ ഗ്രൂപ്പിലുള്ള പിള്ളേരാണ് സപ്പോർട്ട് നൽകിയത്, അവരിപ്പോൾ എൻ്റെ കൂടെ ഇല്ല, അവർ ചതിച്ചു, അവർ കള്ളന്മാരാണ്. അത് ഫസ്റ്റ് വീഡിയോ സ്മാർട്ട് പിക്ക് മീഡിയ അതിലാണ് ഫസ്റ്റ് വീഡിയോ വരുന്നത്. അന്നാണ് ഇവരുടെ രൂപം തന്നെ കാണുന്നത്. മലയാളി വാർത്ത അതൊരു ചാനലിൽ. അപ്പോൾ അതിനകത്ത് ഒരു ചേച്ചി ആങ്കർ ചെയ്യണ, ആ ചേച്ചി വേറെയൊക്കെ കുറേ ആങ്കർ ചെയ്യുന്നതാണ്. ആ ചേച്ചിയുടെ മുമ്പിൽ നിന്ന് പുള്ളി പറയാണ് പെരേര എന്താ പറയുക വീഡിയോ കോളിൽ വന്നിട്ട് ഡ്രസ്സൊക്കെ ഊരി കാണിച്ചു എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പെരേരോട് ചോദിച്ചാൽ അങ്ങനെ വല്ല സംഭവം ഉണ്ടായെന്ന് വെച്ചു. എൻ്റെ പൊന്നെ ചേട്ടാ, വീഡിയോ കോളിൽ വരാൻ അവരുടെ നമ്പറും ഇല്ല, ഞാൻ വീഡിയോ കോളിൽ എന്തിനാണ് അവരുടെ അടുത്തേക്ക് പോകണതെന്നൊക്കെ ചോദിച്ചു പെരേര പറഞ്ഞു. അതായത് നീ വീഡിയോ കോൾ ചെയ്തു എന്നാണ് അവർ പറഞ്ഞത്. ആ രീതിയിലുള്ള വീഡിയോ കോളിനൊരു പരിധിയില്ല, അങ്ങനെയുള്ളൊരു അല്ല അങ്ങനെ ആ രീതിയിലാണ്. അതല്ല ഇവിടെ പറയട്ടെ മോനെ, കളിയാക്കണില്ല. അപ്പൊ ആ രീതിയിൽ ആ ചേച്ചിയോട് ഇവർ പറയുന്ന ഒരു വീഡിയോ എന്നിട്ട് ഇങ്ങനെ കൈ കൂപ്പി എന്നിട്ട് ഞാൻ എവിടെയാണ് പരാതിപ്പെടേണ്ടത്, കളിയാക്കി പറഞ്ഞില്ല, പരാതിപ്പെടേണ്ടത്. ആ രീതിയിൽ ആളുകൾ കാണുന്നവര് സത്യം പറഞ്ഞ കുറെ കമന്റ്സ് ഒക്കെ ഞാൻ വായിച്ചപ്പോൾ ഞെട്ടിപ്പോയി. കാരണം എന്ന് വെച്ചാൽ ആക്ടിങ് ആണെന്ന് ആ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം. യഥാർത്ഥമായിട്ടൊരു സ്ത്രീക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായെങ്കിൽ അവർ സംസാരിക്കുന്ന രീതി നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇവർ പറയുന്നത് എവിടെയാണ് പരാതി കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം വന്ന പോലീസ് സ്റ്റേഷനിലാണ് പരാതി കൊടുക്കണമെന്ന് ഏത് കൊച്ചു കുട്ടിക്കും അറിയാം, അല്ലേ? അത് സോഷ്യൽ മീഡിയ കയറി നിന്നിട്ട് ഞാൻ എവിടെയാണ് പരാതി പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറഞ്ഞതിന് മറുപടി? അപ്പൊ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്, ഇപ്പോഴാണ് കൊടുത്ത് എടുത്തുണ്ട് ഉണ്ട്. അതിനെ കുറിച്ച് പറഞ്ഞ ചേരാനെല്ലൂര് നിങ്ങൾ രണ്ടുപേരും മാത്രമല്ല പ്രതികള്, അല്ല പറയട്ടാ, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നീ പറഞ്ഞു. അത് ഒന്നാം പ്രതിയായിട്ട് വിനീത്, രണ്ടാം പ്രതി ബ്രൈറ്റ്. എന്നാ ഒന്നാം പ്രതിയായിട്ട് എടുത്ത ക്രെഡിറ്റ് വേണമെങ്കിൽ എടാ ഒന്ന് പറയട്ടാ പേരേ. ഒന്നാം പ്രതി വിനീത്, രണ്ടാം പ്രതി ബ്രൈറ്റ്, മൂന്നാം പ്രതി മറ്റേ ആറാട്ടണ്ണൻ, നാലാം പ്രതി അലിൻജോസ്, അഞ്ചാം പ്രതി എന്നുള്ള രീതിയിൽ എൻ്റെ പേര് അഭിലാഷ്. ഇത്ര പേരാണ് വെച്ചേക്കണത്, ഇതുവരെ വെച്ചേക്കണത്. അപ്പൊ അത് ഈ വിനീതാണ് ഇവരായിട്ടുള്ള ഒരു കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയണത്. ഈ ബ്രൈറ്റ് പോയല്ലോ എന്ന് എനിക്കറിയത്തില്ല. ബ്രൈറ്റ് പറഞ്ഞാൽ അറിയില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ അറിയില്ല കേട്ടോ, എനിക്കറിയില്ല ആ വ്യക്തിയെ കുറിച്ച്. ഇല്ല ഞാൻ ചോദിച്ചില്ല. അതേ പിന്നെ ഞാൻ സമ്മതിച്ചില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു തെറ്റില്ലെങ്കിൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ സ്റ്റേഷനിൽ ചെന്ന് കാര്യങ്ങൾ പറയുകയുണ്ടേ, ഇവർ മാറി നിൽക്കുകയല്ലേ ചെയ്യണ്ടേ. പോയാലോ എന്ന് എനിക്കറിയത്തില്ല. അപ്പം ചേരാനെല്ലൂരിൽ ഒരു കേസ് ആറാട്ടണ്ണൻ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ചെന്ന് പറയണം. നിങ്ങളില്ല. ആറാട്ടണ്ണൻ ചെന്നപ്പോൾ തന്നെ പോലീസിന് മനസ്സിലായി. കാരണം അങ്ങേരെ എന്താ പറയുക വനിതാ വിനിതയും വീടും ലുലുമാളിലും മാത്രമാണ് പോകാറുള്ളൂ. ദൂരേക്ക് ഷൂട്ടിങ്ങിന് വിളിച്ചാൽ പോലും പരാതിക്കാരി ഈ വിനീതിന്റെയും ബ്രൈറ്റിന്റെയും ഒക്കെ നമ്പർ ഇടയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പോലീസ് സ്വമേധ എന്നെ വിളിക്കുന്ന. ഓക്കെ, ഇതൊന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആറാട്ടണ്ണൻ അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ പോലീസുകാർക്ക് മനസ്സിലായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ അതിനകത്ത് പെട്രോളാന്നുള്ളത് പുള്ളി പോയിക്കോന്നു. അപ്പൊ പുള്ളി പറഞ്ഞു നിങ്ങളും ചെന്ന് പറയണമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊരു കള്ളത്തിലാണ്. ഞങ്ങൾ നേരെ ഞാനും പെരേരയും ചെന്നു. അത് തന്നെ ഞങ്ങൾ അവിടെ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണെന്ന് പറയും. അപ്പൊ ഞാൻ ആ സാറുമാരോട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് ഒന്നെങ്കിൽ ഇപ്പം പോലീസുകാരാണെങ്കിലും ഡോക്ടർമാരാണെങ്കിലും ലേഡീസ് ഒന്ന് ചെക്ക് ചെയ്യണം, ആണാണോ പെണ്ണാണോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. കാരണം എനിക്കൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്. പറ്റിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണിൻ്റെ വേഷം കെട്ടിയിട്ട് പല ഇത് നടക്കുന്നുണ്ട്. അറിയാലോ, ഹണി ട്രാപ്പ് അങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെ കേസ് തന്നെ ഒന്നും അറിയില്ലാത്ത വ്യക്തികളായി ഞങ്ങളെ എടുത്തിരുന്നെങ്കിൽ ഇതിലും വലിയ ആളുകളെ ചിലപ്പോൾ ഇവർ കുടിക്കുന്നു വരും, ആണോ അല്ലയോ? അപ്പോൾ അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് അന്വേഷിക്കണമെന്ന് പറയും. കാരണം ഇവർ ഒരു സ്ത്രീയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരിങ്ങനത്തെ പരിപാടി. സ്ത്രീ എന്ന് പറയുമ്പോൾ നമ്മൾ അമ്മയാണ്, സഹോദരിയാണ്, ഒരു ബഹുമാനിക്കുന്നതാണ്.
അവരങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അവരോട് തെറ്റ് ചെയ്ത വ്യക്തിയെയാണ് അവർ ശിക്ഷിക്കാൻ പറയുള്ളൂ, അല്ലേ? ഒന്നും അറിയാത്ത ഞങ്ങളെപ്പോലുള്ളവരെ, കാരണം ഈ എന്താ പറഞ്ഞ വിനീത് എന്ന് പറഞ്ഞ വ്യക്തിയെ ഇവന്റെ ഒരു ഷോർട്ട് ഫിലിം ഇവനെ പരിചയപ്പെട്ടതിനെ കുറച്ച് നാളായേ ഉള്ളൂ. അത് കണ്ട് ചെയ്ത് ഒരുപാട് നാളായില്ലേ നിങ്ങൾ ഷോർട്ട് ഫിലിം ചെയ്തിട്ട് ബ്ലഡി നൈറ്റ്? അതില് 6 മാസത്തോളായി. അപ്പൊ അതില് സംവിധായകനാണ്. ആ വ്യക്തിയെ ഞാൻ പരിചയപ്പെടുന്ന ഈയിടെ ബ്ലഡി നൈറ്റ് എന്ന് ഒരു ഷോർട്ട് ഫിലിം ഇറങ്ങിയപ്പോൾ അതിൽ നിന്ന് വിവാദങ്ങളൊക്കെ ചെറുതുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ജസ്റ്റ് ചോദിച്ചാണ് ഈ പുള്ളി എനിക്കറിയുന്നത്. അപ്പൊ 1-2 തവണ ഞങ്ങൾ ഫോൺ വിളിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട്, അത്ര വിനീത് നേരിട്ട് പോലും. അതിനു മുമ്പ് വിനീതിനെ സംസാരിച്ച് 2 തവണ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതിന് ഞങ്ങൾ വിളിക്കാറൊന്നുമില്ല. ആ ഒരു വർക്ക് വരുമ്പോൾ ചെയ്യാട്ടോ അഭിലാഷ എന്നൊക്കെ പറയും, ഓക്കെ എന്ന് പറയും, നമുക്ക് കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞപ്പോൾ എന്ന് പറയുമ്പോൾ ആ വ്യക്തി അവരായിട്ട് എന്താണെന്നും ആ വ്യക്തി എന്താ ചെയ്തതെന്നും നമുക്കറിയില്ല. അപ്പൊ ഈ അലിൻ ജോസിന്റെ ഞാൻ സിനിമയുടെ സംബന്ധമായിട്ട് ഞാൻ അഭിനയിച്ച ജാഫർക്കാട് ഒരു മൂവിയുടെ റിവ്യൂ പറയാൻ പോയപ്പോഴാണ് ആ സൗഹൃദം തുടങ്ങിയിട്ടാണ്, അറിയാലോ, നമ്മുടെ ഷോർട്ട് ഫിലിംസിലൂടെ ഞങ്ങൾ സൗഹൃദത്തിലേക്ക് വന്നത്. അപ്പോൾ അതിനു മുമ്പാണ് ഈ പ്രശ്നങ്ങളും എല്ലാം തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് അവർക്ക് ഇങ്ങനെയാണ് പറയുന്നത്, ഞങ്ങളൊക്കെ സഹായിച്ചെന്ന് പറയുന്നത് ഏത് രീതിയിലാണ് സഹായിക്കുന്നത്? പിന്നെ കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്ന് പറയുന്നു. പെരേര എന്ന് പറഞ്ഞ വ്യക്തി കെട്ടിയിട്ടു അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറഞ്ഞാൽ അറിയുന്നവർ വിശ്വസിക്കത്തില്ല. അതല്ലെന്ന് കെട്ടിയിട്ടു എന്നുള്ള രീതിയിൽ പറഞ്ഞത്. ഞാൻ പറയട്ടെ, ഇപ്പൊ 5 പേരെന്ന് പറയണ്ടല്ല, 5 പേരും പല ഇപ്പൊ റിവ്യൂ പരമായിട്ട് പിന്നെ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ടല്ലോ. പിന്നെ ഏത് സമയത്ത് നമ്മൾ ഈ പ്രവണതയിൽ ഏർപ്പെട്ടെന്ന് ഇവർ പറയണമല്ലോ. നമ്മൾ ചെയ്തിട്ടില്ല, നമ്മൾ തെളിയിക്കട്ടെ. ഇപ്പൊ ഒരു നമ്മളൊരു ഡേറ്റിൽ അല്ലെങ്കിൽ നമ്മളൊരു ഫോൺ കോളിൽ അല്ലെങ്കിൽ അവിടെ റൂമിൽ അത് പറഞ്ഞൊരു കാര്യം ചേട്ടാ ഞാൻ പറയാം. ഇപ്പോൾ ഒരു ദിവസം ഇപ്പൊ ഞാനിപ്പോ ഒരു ഇന്റർവ്യൂവിന് ഇവിടെ വരുവാണെങ്കിൽ ജസ്റ്റ് നോക്കുമ്പോ ഇന്ന ദിവസമാണ് അഭിലാഷ് ഇവിടെ ഇന്റർവ്യൂവിന് വന്നതെന്ന് ഒരു ഡേറ്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഇങ്ങനെ സംഭവം നടന്ന് എന്നാന്ന് ഇവര് പറയണം. ആ ദിവസം ഏത് ദിവസമാണ് നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായത്? തീർച്ചയായിട്ടും അത് അന്വേഷിക്കാം. അത് എവിടെ വെച്ചാണ്? പോലീസ് എഫ്ഐആർ ഇട്ടു, വാർത്തയായി. ചാനലിൽ ഇവരുടെയൊക്കെ ഫോട്ടോ വന്ന് വാർത്തയായി. കാരണം ഞാൻ അന്വേഷിച്ചപ്പോൾ പോലീസ് വ്യക്തമായ വകുപ്പുകൾ ചാർത്തി എഫ്ഐആർ ഇട്ടിട്ടുണ്ട്. കേസ് മെഡിക്കൽ ബോർഡിൽ വെച്ചിരിക്കുകയാണ്. അത് ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് തന്നെ മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട്. അവര് വേറെ വർത്തമാനം പറഞ്ഞായിട്ട് അറിഞ്ഞു. അവര് സ്ത്രീ അല്ലാത്ത രീതിയിൽ അവര് പറയണ കുഴപ്പമില്ലോ, അല്ല ആവശ്യമല്ല, ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ സ്റ്റേഷൻ ചെന്നപ്പോൾ സാർമാര് പറഞ്ഞ കാര്യം പറഞ്ഞേ, ബാക്കാണ് ഉപയോഗിച്ചതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ രീതിയിലുള്ള ചീപ്പായിട്ടുള്ള സംസാരമാണ് അവർ നടത്തിയിരിക്കുന്നത്. മനസ്സിലായി? അങ്ങനെ പോകേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ അതിനെപ്പറ്റി പറയാം. ഇപ്പൊ സോഷ്യൽ മീഡിയ അത്യാവശ്യം സെലിബ്രിറ്റി ആകുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് പ്രപ്പോസൽ പലതും വന്നിട്ടുണ്ട്. വ്യക്തിപരമായിട്ടും ഇങ്ങനത്തെ റിലേഷൻ പെടാന്ന് പലരും പേര് പറയണമെന്ന് ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ഒരു ഇതിൽ നിൽക്കുമ്പോൾ നല്ലൊരു വ്യക്തി ഒരു പെൺകുട്ടിയോട് ഒരു ബന്ധപ്പെടാണ്ട് ഇങ്ങനത്തെ ഒരു വ്യക്തികളോട് ബന്ധപ്പെട്ടെന്ന് പറയുമ്പോൾ തന്നെ അലിൻ ജോസ് പെരേര വ്യക്തിക്ക് തന്നെ ഒരു വ്യക്തിക്ക് ഒരു നാട്ടുകാർക്ക് തന്നെ ബുദ്ധിമുട്ടുള്ള. പുള്ളി ഉദ്ദേശിച്ചത് എന്താണെന്നറിയോ? പുള്ളി ഉദ്ദേശിച്ചത് വേറെ ഒന്നുമല്ല. കാരണം ഓഫറുകൾ വന്നാലും പുള്ളി പോവാറില്ല. എന്നാൽ ഒരാണായിട്ട് എന്ന് തോന്നുന്ന ഒരു വ്യക്തിയുടെ കൂടെ ഒരിക്കലും പുള്ളി പോയില്ല. എന്തുകൊണ്ടായിരിക്കും നിങ്ങളുടെ പേര് കേസിൽ വരാൻ കാരണം? അത് ഞാൻ പറയാം. ഇവരിപ്പോ അലിൻ ജോസ് പെരേരയും ആറാട്ടെണ്ണം സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ അത്യാവശ്യം വൈറെന്ന് പറയുമ്പോൾ റീച്ചാണ്. ഇവരൊരു പടം വിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ആൾക്കാർ കാണും. അപ്പൊ ചുമ്മാ പോയിട്ട് ഒരു വ്യക്തി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആരും തുറന്നു നോക്കത്തില്ല. അതിനാണ് ഇതിന്റെയും ബ്രൈറ്റിന്റെയും കേസിൽ ആദ്യം കൊടുക്കാൻ പോയത് ഇവര് ഈ നമ്മുടെ എന്താ പറയാ പരാതിക്കാരി പേര് പറയണ്ട. അപ്പൊ അവര് അങ്ങനെ ചെയ്യാൻ പോയപ്പോൾ നമ്മളായിട്ട് ചെയ്തപ്പോ നമ്മളെ മൈൻഡ് ചെയ്തില്ല. നമ്മളവർക്ക് സഹായം ഒന്നും ചെയ്ത് നമ്മള് പണ്ടേ ഒരു ആക്സിഡന്റ് നേരെ കണ്ടപ്പോൾ ഞാൻ മുഖം തിരിച്ച് പോകാറുണ്ട്. നമ്മൾ പേടി കൊണ്ട്. കാരണം സിനിമ ഇൻഡസ്ട്രിയിൽ സിനിമ എല്ലാ ദിവസവും കാണാറുണ്ട്, എല്ലാ വെള്ളിയാഴ്ചകളും. അപ്പൊ സിനിമകളിലൂടെ കുറെ മെസ്സേജ് കിട്ടുന്നുണ്ട് എനിക്ക്. അപ്പൊ ഇങ്ങനെയുള്ള ഇടപെട്ട് കഴിഞ്ഞാൽ പോലീസ് കേസാവും. അങ്ങനെയുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടാം. അല്ലാണ്ട് ഒരാളോട് സ്നേഹം ഇല്ലാത്തതുകൊണ്ടല്ല ഒരു ആക്സിഡന്റ് കാണുമ്പോഴാണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടപെടാത്തത്. പേടിയുള്ളതുകൊണ്ടാണ് ഇതിനൊക്കെ കാണുമ്പോൾ. ഇവന് എന്റെ വീട്ടിൽ വരാറുണ്ട്. എന്റെ വീട്ടിൽ ഒരുപാട് പൂച്ചകളുണ്ട്. അപ്പൊ ഇവന് ഭയങ്കര പേടിയാ പൂച്ച പട്ടിയൊക്കെ. ഞാൻ ഇതായിട്ട് പറഞ്ഞതല്ല, എന്റെ അനുഭവത്തിലൂടെ എന്റെ കുഞ്ഞുങ്ങൾ വരെ പൂച്ചേനെ ചുമന്നുകൊണ്ട് കിടക്കും. ഇവന്റെ അടുത്തൊരു മതിയായ വീടിന്റെ മുകളിൽ ഒരു പൂച്ച വന്നു, ഒരു നല്ല വണ്ണം കൂടി. അപ്പൊ ഞാൻ എടുത്തപ്പോ അന്ന് ജസ്റ്റ് ഒരു പ്രോഗ്രാം ഉണ്ടോ അതിന്റെ ബേസിൽ വീട്ടിൽ അപ്പൊ വന്നപ്പോ എന്താ പറയാ, ആ പൂച്ചേനെ എടുത്ത് കാണിച്ചപ്പോ ഇവൻ ചേട്ടാ മാറ്റി കേട്ടോ. അപ്പൊ ഞാൻ തമാശക്ക് കാണിക്കാൻ ദൈവം നമ്പരാണ് ഞാൻ ഓർത്തത്. പക്ഷെ എന്താണെന്നറിയോ, ഇവന് പേടിയാണ് പൂച്ച പട്ടി എല്ലാ മൃഗങ്ങളോട് പേടി, എല്ലാത്തിനോടും ഒരു ഭയമായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ഈ ഒരു അവസരത്തിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, ജസ്റ്റ് ഒരു പറഞ്ഞോട്ടെ. കുറച്ചു മുമ്പ് ഒരു പീഡന കേസ് വന്നിരുന്നല്ലോ.
ഒരു പെൺകുട്ടി അപ്പം റീലൊക്കെ ചെയ്തോണ്ടിരുന്ന ഒരു കുട്ടി അല്ലേ, അറിയില്ല. അപ്പൊ ആ കുട്ടി ഇന്നിപ്പോ ഈ ഇടയായിട്ട് ഇപ്പൊ നല്ല ഫ്രണ്ട്ഷിപ്പിലാണ്. ഫ്രണ്ട്ഷിപ്പ് മാത്രം ആ മെസ്സേജ്, അപ്പൊ ആ മെസ്സേജിൽ ഒരു മെസ്സേജ് എനിക്ക് കേൾക്കാൻ ഇട വന്നു. എന്താന്ന് വെച്ചാൽ ഞാൻ അന്ന് കാണിച്ചതിന് സോറി കേട്ടോ, കാരണം എന്ന് വെച്ചാൽ അന്ന് കുറച്ചു പേരൊക്കെ നിർബന്ധിച്ച് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത്, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ ആ വോയിസ് കേട്ടു. അപ്പൊ ആ വോയിസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണേണ്ട, അന്ന് ആ കുട്ടി പറഞ്ഞ് കള്ളമായിരുന്നു, ഇവൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ആണല്ലോ. അപ്പൊ തെളിഞ്ഞു. അപ്പൊ ആരൊക്കെയോ പറഞ്ഞത് കൊണ്ടാണ് പീഡിപ്പിച്ചു എന്നുള്ളത് ഇങ്ങനെ കൊടുത്തേ എന്ന് പറഞ്ഞു. ഇപ്പൊ അതില്ല, നല്ലൊരു ഫ്രണ്ട് ആയിരിക്കും എന്ന് പറഞ്ഞ കുട്ടി മെസ്സേജ് അയച്ചു. അപ്പൊ ഇത് ഞാൻ പറഞ്ഞേക്കടാ, ഈ അവസരത്തിൽ പറയാൻ കാരണം എന്ന് വെച്ചാൽ അപ്പൊ ആ ഒരു കേസും ഇതുപോലെ തന്നെ ആളുകളുടെ മൊത്തം ഇവൻ പീഡന വീരൻ, അതുപോലെ പല രീതിയിൽ ഇവനെ പീഡിപ്പിക്കുന്ന ആളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഒരുപാട് പെൺകുട്ടി വരുന്നതിന് മുമ്പ് തന്നെ കുറെ ലേഡീസ് ഫാൻ ബേസ് ഉണ്ടാവും. ഇത് പറയാൻ കാരണം പാൻസ് അല്ല. അപ്പൊ ഇവിടെ ഉണ്ടല്ലോ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പറഞ്ഞ വ്യക്തി, ആ പെൺകുട്ടി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ വ്യക്തി ഇന്നിപ്പോ ഇവന് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ഞാൻ അന്ന് ചുമ്മാ പറഞ്ഞാണ്, സോറി പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറയണമെങ്കിൽ ഇങ്ങനെ സംഭവം അവിടെ ഉണ്ടായില്ലല്ലോ. അപ്പോഴീ പറഞ്ഞ ജനങ്ങള് ഇവൻ പീഡിപ്പിച്ചു, ഒരു പാവപ്പെട്ട പെണ്ണിനെ കൊണ്ടുപോയിട്ട് നശിപ്പിച്ചില്ലെന്ന് ഏത് കമന്റ്, ഈ 2 ആഴ്ച മുമ്പ് വരെ ഇവനെ ആ പെൺകുട്ടിയുടെ പേര് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ നമുക്ക് സങ്കടം വരും. ഇവൻ മെസ്സേജ് നോക്കണം, അതായത് ഇങ്ങനെ എഴുതി വെച്ചേക്കാണ് നീ പീഡിപ്പിച്ചില്ലടാന്ന് പറഞ്ഞ്, ചെയ്യാത്തൊരു തെറ്റിന്. അപ്പൊ ആ കൊച്ചിയുടെ മെസ്സേജ് അയച്ചു ഇവന്, ഞാനന്ന് ചുമ്മാ പറഞ്ഞ കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ആ മെസ്സേജ് ഞാൻ കേട്ടു. ഇവനിപ്പോ ഡിലേറ്റ് ആയി കളയോ, അവര് ഡിലേറ്റ് ആയി കളഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല. ആ മെസ്സേജ് ഞാൻ കേട്ടു, സോറി കേട്ടോ ഇപ്പോഴുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഇവ ചെയ്യാത്ത തെറ്റിനെ അനുഭവിച്ചു എന്ന് പറഞ്ഞുള്ള കാണാത്ത ഒരു വ്യക്തി ഞങ്ങള് ജീവിതത്തിൽ പോലീസ് കേസ് കാണാത്ത ഒരു വ്യക്തി, ഈ വ്യക്തി ഇപ്പൊ നമ്മളിപ്പോ ഈ പ്രതി, അതായത് സോറി കേസ് കൊടുത്തിരിക്കുന്ന വ്യക്തി, കാണാത്തൊരു വ്യക്തി ഞങ്ങളെ കുറിച്ച് പറയുമ്പോ ചേട്ടൻ ഓർമ്മ കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടിട്ടില്ല. ഈ എന്തായാലും ഈ ഇന്റർവ്യൂ കാണാം, അവരെ ഇപ്പൊ ഞങ്ങളുടെ എല്ലാ ഇന്റർവ്യൂ കാണുന്നുണ്ട്. ഇന്റർവ്യൂ ബ്ലോക്ക് ചെയ്യണ്ടവര് അതിന്റെ അടിയിൽ വന്നിട്ട് ഇവര് കമന്റ് കൊണ്ട് ഇടുന്നുണ്ട്. ഈയിടെ ചാനലേ ഈ ഒരു ഓൺലൈൻ മീഡിയനെ വിളിച്ചിട്ടെ അവര് നമ്മുടെ ഒരു ഇന്റർവ്യൂ കൊടുത്തപ്പോ അത് ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ബ്ലോക്ക് ചെയ്തില്ല. അങ്ങനെ പറയാനുള്ള അവകാശം അവർക്കില്ല. അവർക്ക് നമ്മളോട് പറയാൻ, അതായത് ഞങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇതുണ്ടല്ലോ, ഞങ്ങളെ നിരപരാധിത്വം തെളിയിക്കേണ്ട ഞങ്ങളുടെ അവകാശമാണല്ലോ, വേണ്ടേ? അവർ പോലീസ് സ്റ്റേഷനല്ല ഈയിടെയാണ് പോയത്. ഈയിടെ ആറാട്ടൻ ലോകത്തിൽ പിള്ളേര് കാരണം പോയെന്ന് പറഞ്ഞു. ഇത് 1.5 വർഷം മുമ്പ് വിനീതായിട്ട് എന്തോ ഉടക്കുണ്ടായിരുന്നു. ആ സമയത്ത് ഇവർക്ക് കേസ് കൊടുക്കാൻ അതല്ലേ ഇവര് ട്രാൻസ് എന്ന് പറയില്ലേ, ട്രാൻസ് ആണെങ്കിൽ ഒരു മുൻഗണന പോലീസുകാർ കൊടുത്തിരിക്കും അല്ലേ? എന്നിട്ടും ഇവരിപ്പോഴാണ് പോയത്. 2 ആഴ്ച കേസ് വന്നിട്ട്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ സഹോദരി കാണുന്നുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ ഒരു വ്യക്തി വൈരാഗ്യം അല്ലേ ഇല്ല. നിങ്ങളെ മനസാക്ഷിയോടെ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, ഞങ്ങളെ കണ്ടിട്ട് പോലും ഇല്ല, പിന്നെ എന്തിനാണ് മരിച്ചരച്ചേക്കണേ? നിങ്ങൾ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ, നല്ല രീതിയിൽ ഇത് പോവുകയാണെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളോട് തെറ്റ് ചെയ്ത ഏത് വ്യക്തിയാണെങ്കിലും, ഈ 5 പേരിൽ ഏത് വ്യക്തിയാണെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്കെതിരെ നിങ്ങൾ നിയമ നടപടിയായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ നിയമവും ദൈവവും ഉണ്ടാവും അല്ലേ? അല്ലാണ്ട് എല്ലാവരും പിടിച്ചതിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞതിൽ ഒരു കാര്യമില്ല. റീച്ച് കിട്ടാനാണെങ്കിൽ അല്ലെങ്കിൽ 10 പേരെ അറിയാനാണെങ്കിൽ ഇതിലും വേറെ പണികൾ പലതും ഉണ്ട്. ആ കുടുംബമുണ്ട്, ഫാമിലി ഉണ്ട്. ഇപ്പൊ ഈ കേസ് വൈഫ് അറിഞ്ഞിട്ട് വിളിച്ചിട്ട് ഒരു ബഹളമായിരുന്നു. ആരിട്ട് കൊടുത്താണ് സംഭവം, ഈ 24-ലൊരു ന്യൂസ് ഇട്ട് കൊടുത്തത് എന്നാണ് ഉള്ള രീതിയിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു ഷോർട്ട് ഫിലിം ചെയ്ത് വിനീത് എന്ന് പറഞ്ഞ പിള്ളേരുടെ പരിചയപ്പെട്ടിരുന്നു, മറ്റേ ബ്ലഡി നൈറ്റ്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് പ്രശ്നം തുടങ്ങിയത്. പരിചയപ്പെട്ടെ ബ്രൈറ്റ് മുഖേന ബ്രൈറ്റും വിനീതും അവരെ പരിചയമുണ്ട്. നമ്മൾക്ക് ഒരു നേരിയ പരിചയം പോയിട്ട് അവരുടെ മൊബൈൽ നമ്പറൊക്കെ ഉണ്ട് ബ്രൈറ്റും വിനീതിന്റെ കയ്യിലൊക്കെ. പക്ഷെ എൻ്റെ ആട്ടായത്തിന്റെയും ആറട്ടണിന്റെയും ആണെങ്കിൽ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പേഴ്സും ഇല്ല, ഞങ്ങൾ വിളിച്ചിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. അപ്പോൾ അവിടെ അറിയാവുന്ന ഒരു കാര്യം, നമുക്കെതിരെ ഇങ്ങനെ പുള്ളി പറഞ്ഞല്ലോ ഇങ്ങനെ ഓരോ നെഗറ്റീവായിട്ടുള്ള കമന്റ്സ് ഇടുമ്പോൾ നമ്മൾ പ്രതികരിച്ചു പോകും. ഞാൻ മാന്യമായിട്ട് എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിച്ചുള്ളൂ. പുള്ളി തർക്കിക്കുകയും ചെയ്യുന്നു. നോ ഇല്ല നമ്മളിതിലായിട്ട് ഒന്നും ഏർപ്പെട്ടിട്ടില്ല. അത് പറയുന്നത് അവർക്ക് വൈറലാകാൻ വേണ്ടിയും ഇത്രയും സെൻസേഷനായിട്ട് വാർത്ത എടുത്തിട്ട് ഇവരെല്ലാം കൊടുക്കാൻ വേണ്ടിയാണെന്ന് പറയാൻ പറ്റുള്ളൂ നമുക്ക്.
വിനീതിനും ബ്രൈറ്റിനും എതിരെ പറയേണ്ട കാര്യങ്ങൾ അവർക്ക് പരിചയം എങ്കിലും ഉണ്ട്. മറ്റേ എന്തോ ഇഷ്യൂസ് ഒക്കെ ഉണ്ട് അവർക്കിടയിൽ. അതൊക്കെ അവരായിട്ട് പരിഹരിച്ചു പോകും. നമ്മളെ പേര് കുത്തി വലിച്ച് കയറ്റുണ്ടായിരുന്നു ഈ 3 പേരുടെ പേര്. ആട്ടായത്തിന്റെ ആണെങ്കിലും സന്തോഷ് വർക്കി എൻ്റെ ആണെങ്കിലും ഇത് വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലാണ് അവർ നമ്മളെ പേരൊക്കെ വലിച്ച് പറഞ്ഞത്. നമുക്ക് അത്യാവശ്യം സിനിമകളും ഷോർട്ട് ഫിലിമൊക്കെ ചെയ്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു ആക്ടിവിറ്റീസിൽ പോകാൻ സമയം കിട്ടാറില്ല. അതും ട്രാൻസുമായിട്ട് പോയെന്ന് പറയുമ്പോൾ തന്നെ അത് ഒരു പുരുഷനെ അപമാനിക്കുന്നത് തുല്യമാണ്. പുരുഷന് ഒരു റിലേഷൻഷിപ്പ് വേണമെങ്കിൽ അത് ഒരു പെണ്ണ് ആയിട്ടായിരിക്കണമല്ലോ അത് ആഗ്രഹം. അത് നമുക്ക് താല്പര്യമുണ്ട്. ഒരു പെണ്ണിനെ നമ്മുടെ അട്രാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രം പോരല്ലോ, നമുക്ക് ഒരു താല്പര്യം ഉണ്ടെങ്കിൽ ഒരു സമയമുള്ളൂ. ഇപ്പോൾ എനിക്ക് 23 വയസ്സിൽ അത്യാവശ്യം കിട്ടേണ്ട ഒരു ഫ്രണ്ട്ഷിപ്പെല്ലാം ചെയ്യാറുണ്ട്. അല്ലാതെ ലൗകിക സുഖങ്ങളിലേക്ക് ഞാൻ പോകാറുള്ളത് അധികം. പിന്നെ ചേട്ടാ ഒരു കാര്യമാണ് പറയും, ഇപ്പം എന്തായാലും ഈ ലോകത്തിപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മളൊക്കെ ഒരു വിഗ്രഹം പോലെ കരുതുന്ന കുറേ അല്ലേ ആർട്ടിസ്റ്റുകൾ ഈ ഇടയായിട്ട് സിനിമാ ലോകത്ത് തന്നെ ഇപ്പം അവർ ചർച്ചാ വിഷയമാണ്. കാരണം അവിടെയും ഞാനിപ്പോൾ ആരുടെ കൂടെ നിൽക്കണതുകൊണ്ടല്ല, അത് സത്യം ചെയ്യിക്കട്ടെ എന്നാണ് നമ്മളെല്ലാവരും പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യം ഈയിടെയാണ് എല്ലാവരും തുറന്നു പറയുന്നത് അല്ലേ. പക്ഷെ ഇപ്പോഴും തുറന്നു പറയുന്ന ചിലപ്പോ എന്താ പറയാ, ഇതിനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടും പറയാത്തതായിരിക്കാം ഒരു പക്ഷേ. ഇപ്പൊ ഇങ്ങനെ വിഷയങ്ങളിൽ നമ്മളെ ടാർഗറ്റ് ചെയ്തിരുന്നു. കാരണം മറ്റേ ഹേമ കമ്മീഷൻ ന്യൂസ് വന്നപ്പോഴും കമന്റ് ബോക്സ് മൊത്തം ഞാൻ ചെറുകി വായിക്കാറുണ്ട്. കാരണം ഈ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള നടന്മാരുടെ ഇഷ്യൂസ് ആകുമ്പോൾ എനിക്ക് കൂടുതൽ വായിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. എല്ലാവർക്കും ഉണ്ടാവും ഒരു ഇത് ബോധം. അപ്പൊ അതുപോലെ തന്നെ ഞാനും വായിച്ചപ്പോൾ അലിൻ ജോസ് പെരേര നെക്സ്റ്റ് പോലീസ് കേസ് കമ്മിങ് സൂൺ. പിന്നെ ഒരു ആൾക്കാർക്ക് ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. പുള്ളീനെ ചിലപ്പോൾ ഒരു മദ്യപാനിയായിട്ട് ഒരു കഞ്ചാവായിട്ടൊക്കെ ആളുകൾ സോഷ്യൽ മീഡിയ പറയുന്നത്, നമ്മൾ ഷൈൻ ടോം ചാക്കോ. പക്ഷെ പുള്ളി പറഞ്ഞൊരു കാര്യത്തിൽ ഞാൻ കൈയടിച്ചു. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞു, നിങ്ങൾ നിന്ന് കൊടുത്തിട്ട് സംഭവിച്ച കാര്യമാണ്. ഏറ്റവും അവസാനം നിങ്ങൾക്ക് 2 പേർക്കും കിട്ടിയ സുഖം പുള്ളി ഓപ്പണായിട്ട് പറഞ്ഞു, കിട്ടിക്കഴിഞ്ഞാൽ സുഖം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചെയ്തത് അതിൻ്റെ ആളാണ്, ഞാനൊന്നും ചെയ്തിട്ടുള്ള രാമനാരായണ എന്ന് പറഞ്ഞ പോലെ ആ വ്യക്തി പറഞ്ഞ് ഞാൻ യോജിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ ഏത് വ്യക്തിയും അവരുടേതായ കാര്യം കഴിഞ്ഞിട്ട് പിന്നെ അവർ നല്ലവര് മറ്റുള്ളവർക്ക് കൊള്ളാന്നുള്ള രീതിയിൽ അല്ലേ. അതാണ് കേസിൽ പറഞ്ഞാൽ നമ്മൾ ഇവരായിട്ട് ഒരു റിലേഷനിലും പോയിട്ടില്ല.